വെൽക്കം ഓൾ. അപ്പം നമ്മളിന്ന് അഡ്വാൻസ് മാത്സിന്റെ പുതിയൊരു സെഷനിലേക്ക് സ്റ്റാർട്ട് ചെയ്യണം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ട്രയാങ്കിൾസിനെ പറ്റി പറഞ്ഞായിരുന്നു. എന്താണ് ട്രയാങ്കിൾസ്, അതിന്റെ ബേസിക് പ്രോപ്പർട്ടി. അപ്പൊ നമുക്ക് SSCയുടെ എല്ലാ എക്സാമുകൾക്കും ഇപ്പൊ ഈ ട്രയാങ്കിൾസ് എന്ന് പറഞ്ഞ ടോപ്പിക്കിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു പാർട്ടാണ് സെന്റേഴ്സ് ഇൻ ട്രയാങ്കിൾ. ട്രയാങ്കിൾസിനകത്തുള്ള സെന്ററുകൾ. അപ്പം ട്രയാങ്കിളിനകത്ത് അകത്ത് കുറെ സെന്റേഴ്സ് ഉണ്ടോ? എന്തായിരിക്കും സെന്റേഴ്സ് ഇൻ ട്രയാങ്കിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് ഒരു ട്രയാങ്കിളിനകത്ത് നമുക്ക് ഒരു ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ എന്താ, 3 സൈഡ്സ് 3 ആംഗിൾ. ഈ 3 ആംഗിൾസ് നമ്മൾ നേരത്തെ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുള്ള ബൈസെക്ടർ, ആംഗുലർ ബൈസെക്ടർ, പെർപെൻഡിക്കുലർ, ഇതൊക്കെ മീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഓരോ പോയിന്റുകൾ ഉണ്ടാവും. അതാണ് നമ്മുടെ സെന്റേഴ്സ് ഇൻ ട്രയാങ്കിൾ. അപ്പൊ നമുക്ക് അതിനകത്ത് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തേത് സെൻട്രോയിഡ്. അപ്പൊ നമുക്ക് ആദ്യത്തെ സെന്റർ ആണ് സെൻട്രോയിഡ്. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഫുള്ള് സെൻട്രോയിഡിനെ ബേസ്ഡ് ആണ്. അപ്പൊ അതിനകത്ത് ഒന്നാമത്തെ തന്നെ വരുന്ന ആരാണ്? സെൻട്രോയിഡ് ആണ്. എന്നതാ ഈ സെൻട്രോയിഡ് എന്ന് പറഞ്ഞാൽ? സെന്റേഴ്സ് ഇൻ ട്രയാങ്കിൾ, അതിനകത്ത് ആദ്യത്തെ സെൻട്രോയിഡ്. അപ്പൊ എന്താ സെൻട്രോയിഡ് എന്ന് നോക്കാം. അതിന്റെ ബേസിക് പ്രോപ്പർട്ടീസും ഇതാണ് ഇന്നത്തെ സെഷനിൽ നമ്മൾ കൈകാര്യം ചെയ്യാൻ പോകുന്നത്. നമുക്ക് നോക്കാം. അപ്പൊ ഒരു ട്രയാങ്കിൾ ABC, ട്രയാങ്കിൾ ABC. അപ്പൊ നമുക്ക് ഒരു ട്രയാങ്കിളിന് മീഡിയൻസ് ഉണ്ട്. ഒരു ട്രയാങ്കിളിന് എന്നാ ഉണ്ട്? മീഡിയൻസ് ഉണ്ട്. അപ്പൊ എന്നതാ ഈ ട്രയാങ്കിളിന്റെ മീഡിയൻ നോക്കാം. ആ മീഡിയൻ എല്ലാം കൂടെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് സെൻട്രോയിഡ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു ട്രയാങ്കിൾ ABC. അപ്പൊ ഇതിന് 3 മീഡിയനുകളുണ്ട്. എന്തൊക്കെയാണ് മീഡിയൻ എന്ന് പറയുന്നത്? അപ്പൊ ആദ്യത്തെ പോയിന്റ് മീഡിയൻ എന്താ? മീഡിയൻ എന്താ? ട്രയാങ്കിളിന്റെ മീഡിയൻ ഒരു മിഡ് പോയിന്റിന്ന്, ഒരു വെർട്ടെക്സിന്ന് ഓപ്പോസിറ്റ് മിഡ് പോയിന്റിലേക്കുള്ള ലൈനാണ്. ഒരു വെർട്ടെക്സിന്ന് ഓപ്പോസിറ്റ് മിഡ് പോയിന്റിലേക്കുള്ള ലൈൻ. അപ്പൊ ഇത് രണ്ട് ഈക്വൽ ആയിരിക്കുമല്ലോ. അപ്പൊ ഇതാണ് സെൻട്രോയിഡ് G. സെൻട്രോയിഡിനൊപ്പം റെപ്രസെന്റ് ചെയ്യുന്ന G വെച്ചാണ്. അപ്പൊ എന്താ സെൻട്രോയിഡ്? അപ്പൊ മീഡിയൻ എന്ന് പറഞ്ഞ എന്താ? വെർട്ടെക്സ് ടു ഓപ്പോസിറ്റ് മിഡ് പോയിന്റ്. അപ്പൊ എന്താ? വെർട്ടെക്സിന്ന് ഓപ്പോസിറ്റ് മിഡ് പോയിന്റിലേക്കുള്ള ലൈനാണ് എന്ത് പറയുന്നത്? മീഡിയൻ. മീഡിയൻസ് മീറ്റ് അറ്റ് സെൻട്രോയിഡ്. ഓക്കെ. അപ്പോ ഒരു ട്രയാങ്കിളിന് 3 മീഡിയൻ ഉണ്ട്. ആ 3 മീഡിയനുടെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് സെൻട്രോയിഡ് G. ഇനി നമുക്ക് മീഡിയന്റെ കുറച്ച് കാര്യങ്ങൾ പറയാം. എന്താണ് മീഡിയൻ എന്ന് പറഞ്ഞു? മീഡിയൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വെർട്ടെക്സിന്ന് ഓപ്പോസിറ്റ് മിഡ് പോയിന്റിലേക്കുള്ള ലൈനാണ് എന്താ വരുന്നത്? പറയുന്ന മീഡിയൻ വരുന്നത്. അപ്പൊ മീഡിയൻ നമുക്ക് കുറച്ച് പോയിന്റ്സ് ഒന്ന് നോക്കാം. ഒരു മീഡിയൻ ഡിവൈഡ്സ്, ഇതിന്റെ പ്രോപ്പർട്ടി ആയിട്ട് തന്നെ ഓരോന്നോരോന്ന് പഠിക്കുക. മീഡിയൻ ഡിവൈഡ്സ് ട്രയാങ്കിൾ ഇൻറ്റു 2 പാർട്സ് ഓഫ് ഈക്വൽ ഏരിയ. അല്ലേ? നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു ഒരു ട്രയാങ്കിൾ എന്ന് പറഞ്ഞ ഒരു വെർട്ടെക്സിന്ന് ഇവിടുത്തെ മിഡ് പോയിന്റിലേക്കുള്ള. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു പോയിന്റിൽ നിന്ന് സെയിം ബേസിലേക്ക് വരികയാണെങ്കിൽ ഏരിയ എന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും? ബേസിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഇവിടെ ബേസ് രണ്ടും സെയിം ആകുമ്പോ എന്താകും? ഈ 2 പാർട്ടിന്റെ ഏരിയ സെയിം ആയിരിക്കത്തില്ലേ? അപ്പൊ ഇവിടെ മീഡിയൻസ് AD BE CF ആണ് മീഡിയൻസ്. മീഡിയൻസ് ആരൊക്കെയാ? AD BE CF ആണ് ഇവിടുത്തെ മീഡിയൻസ്. ഈ 3 മീഡിയനും കൂടെ ട്രയാങ്കിളിനെ എത്ര പാർട്ടാക്കും നോക്കാം. നമുക്ക് നോക്കണമല്ലോ, അതല്ലേ നമ്മുടെ പണി, ഇല്ലേ? അപ്പൊ ഒരു ട്രയാങ്കിൾ 2 പാർട്ടാക്കി. അപ്പൊ 3 മീഡിയനും കൂടെ ട്രയാങ്കിളിനെ 6 പാർട്ടാക്കും. അപ്പൊ 3 മീഡിയൻ ഡിവൈഡ് ട്രയാങ്കിൾ ഇൻറ്റു 6 പാർട്സ് ഓഫ് ഈക്വൽ ഏരിയ. ഏതൊക്കെ 6 പാർട്ട്? ഇത് നോക്കിയേ. ഈ ട്രയാങ്കിൾ എടുത്ത AGB എന്ന് പറഞ്ഞ ട്രയാങ്കിൾ എടുക്കുക. AGB, അതിനകത്ത് GF മീഡിയൻ അല്ലേ? ഇൻ ട്രയാങ്കിൾ AGB GF മീഡിയൻ ആണ്. അപ്പൊ ഇത് രണ്ട് ഈക്വൽ ആയി 1 2. ഇനി നോക്കേ, ഇൻ ട്രയാങ്കിൾ BGC അവിടെ GD മീഡിയനാണ്. അപ്പൊ ഇത് രണ്ട് ഈക്വൽ ഏരിയ 3 4. പിന്നെ അടുത്ത് ഇൻ ട്രയാങ്കിൾ CGA അവിടെ GE. അപ്പൊ ഇവിടെ 5 6. അപ്പൊ 6 പാർട്ട് ഓഫ് ഈക്വൽ ഏരിയ ആയി മാറി, അല്ലേ? അപ്പൊ ഒരു ട്രയാങ്കിളിനകത്തുള്ള മീഡിയൻസ് എല്ലാം കൂടെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് ആര് വരുന്നത്? സെൻട്രോയിഡ്. അപ്പൊ നമ്മള് മീഡിയൻ എങ്ങനെ ട്രയാങ്കിളിനെ ഡിവൈഡ് ചെയ്യുന്നു പറഞ്ഞു. ഇനി ഒരു ട്രയാങ്കിളിന്റെ സെൻട്രോയിഡ് G ആണ്. ഒരു ട്രയാങ്കിളിന്റെ സെൻട്രോയിഡ് G ആണ്. ABC എന്ന് പറഞ്ഞ ട്രയാങ്കിളിന്റെ സെൻട്രോയിഡ് G ആണെങ്കിൽ
ഈ സെൻട്രോയിഡ് ട്രയാങ്കിളിന് 3 പാർട്ട് ഓഫ് ഈക്വൽ ഏരിയ ആകത്തില്ലേ? അപ്പൊ അടുത്ത 4ാമത്തെ പോയിന്റ് ആയിട്ട് എഴുതിക്കോ. ഈ സെൻട്രോയിഡിന്റെ 4ാമത്തെ പോയിന്റ് ആയിട്ട് എഴുതിക്കോ. സെൻട്രോയിഡ് ഡിവൈഡ്സ് ട്രയാങ്കിൾ ഇൻറ്റു 3 പാർട്സ് ഓഫ് ഈക്വൽ ഏരിയ. ഈക്വൽ ഏരിയ. അപ്പൊ എന്താ? സെൻട്രോയിഡ് ട്രയാങ്കിളിനെ 3 പാർട്ട് ഓഫ് ഈക്വൽ ഏരിയ ആക്കും. നേരത്തെ പറഞ്ഞ എന്താ? മീഡിയൻ ട്രയാങ്കിളിന് ഒരു മീഡിയൻ 2 പാർട്ട്, 3 മീഡിയനോട് 6 പാർട്ട്. ഇവിടെ സെൻട്രോയിഡ് 3 ഈക്വൽ പാർട്ട്. അടുത്ത ഇമ്പോർട്ടന്റ് ആണ്, സെൻട്രോയിഡ് ഡിവൈഡ്സ് മീഡിയൻ ഇൻ ദ റേഷ്യോ. എന്താ പറയുന്നത്? ഒരു മീഡിയൻ ട്രയാങ്കിളിനെ ഒരു മീഡിയനെ സെൻട്രോയിഡ് ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ. ഒരു ട്രയാങ്കിൾ നേരത്തെ കണക്ക്, ഇതൊരു മീഡിയൻ ABC, അതിനകത്ത് AD ആണ് മീഡിയൻ, G ആണ് അവിടുത്തെ സെൻട്രോയിഡ് എങ്കിൽ AG ഈസ് GD എന്ന് പറയുന്നത് 2:1 ആയിരിക്കും. ഇതിന്റെ റേഷ്യോ 2:1. അതായത് സെൻട്രോയിഡ് AG ആണ്, അപ്പൊ AG to GD, മീഡിയൻ ആണല്ലോ AD, അതിനെ എന്താ 2:1 റേഷ്യോയിലായിരിക്കും ഡിവൈഡ് ചെയ്യുന്ന. ആര്? മീഡിയനെയും സെൻട്രോയിഡ്. മീഡിയനെ സെൻട്രോയിഡ് ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ 2:1. ഓക്കെ. അപ്പൊ ഇനി നമുക്ക് 3 മീഡിയനെ വരയ്ക്കാം. അപ്പൊ അടുത്ത 6ാമത്തെ പോയിന്റ്. ഇത് 6ാമത്തെ പോയിന്റ് നമുക്ക് കുറച്ച് ഡെറിവേഷനാണ്. അതിന്റെ ലാസ്റ്റ് പോയിന്റ് മാത്രം CGL 2-3 വട്ടം റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് മാത്രം നമ്മൾ പറയാണ്. നമുക്കറിയാം സം ഓഫ് 2 സൈഡ്സ്, 5ാമത്തെ പോയിന്റ് അല്ലേ, സം ഓഫ് 2 സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ എന്താ? ഓഫ് എ ട്രയാങ്കിൾ ഗ്രേറ്റർ ദാൻ തേർഡ് സൈഡ് അല്ലേ? ഇത് നമുക്കറിയാവേ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ 3 ട്രയാങ്കിൾ അടിക്കുക. ട്രയാങ്കിൾ BGC, ട്രയാങ്കിൾ AGC, ട്രയാങ്കിൾ AGB. ഇങ്ങനെ 3 ട്രയാങ്കിൾ എടുത്തു. ഈ 3 ട്രയാങ്കിളുടെ 2 സൈഡ്സിന്റെ സം എന്തായിരിക്കണം? 3ാമത്തെ സൈഡ്സിനെക്കാട്ടി കൂടുതലായിരിക്കണം. നമുക്ക് നോക്കാം. ആദ്യത്തെ ട്രയാങ്കിൾ BG പ്ലസ് CG ഗ്രേറ്റർ ദാൻ ആരായിരിക്കും? BC. അടുത്ത രണ്ടാമത്തെ AG പ്ലസ് BG ഗ്രേറ്റർ ദാൻ ആരാ? AB. അടുത്ത ആരാ? CG പ്ലസ് AG ഗ്രേറ്റർ ദാൻ ആരാ? AC. ഇത് 3 കൂടെ ആഡ് ചെയ്യുമ്പോഴോ ഇവിടെ AG 2 ഉണ്ട്, BG 2 ഉണ്ട്, CG 2 ഉണ്ട്. അപ്പൊ 2 into AG plus BG plus CG greater than AB plus AC plus BC. ഇവിടെ AG എന്ന് പറഞ്ഞാൽ എന്താ? AG എന്ന് പറയുന്നത് നമുക്ക് AG ഈക്വൽ ടു 2/3 AD എന്ന് എഴുതിക്കൂടെ? ഇതെങ്ങനെ വന്നു? AG എന്ന് പറയുന്ന ഒരു മീഡിയന്റെ ഈ പാർട്ടാ. മീഡിയൻ ഡിവൈഡ്സ് സെൻട്രോയിഡ് മീഡിയൻ എന്താ? 2:1 റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യും. അപ്പൊ AG എന്ന് പറഞ്ഞ മൊത്തം AD എന്ന് പറയുന്ന മീഡിയന്റെ 2/3 പാർട്ട് അല്ലേ? അതാണെങ്കിൽ BG എന്ന് പറയുന്നതോ 2/3 BE. അതാണെങ്കിൽ CG എന്ന് പറയുന്നതോ 2/3 CF. ഇങ്ങനെയാണ് 3 പാർട്ട് വരുന്നത് അല്ലേ? ഒരു ട്രയാങ്കിളിന്റെ 3 പാർട്ട് മീഡിയൻ വെച്ച് എഴുതി. അപ്പൊ ഈ AG BG CGക്ക് വരെ നമുക്ക് അത് എഴുതിക്കൂടെ? 2 into 2/3 AD plus 2/3 BE plus 2/3 CEF greater than AB plus BC plus AC. അപ്പൊ ഇതിനെല്ലാം കൂടെ നമുക്ക് കൺക്ലൂഷൻ ഇവിടെ ഈ 2 അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഒരു 3 അപ്പുറത്തോട്ട് മാറ്റുമ്പോൾ നമുക്ക് ഇതിന് ഇങ്ങനെ കൺക്ലൂഷൻ നടത്തിക്കൂടെ? 4 into AD plus BE plus CF greater than 3 into AB plus AC plus BC. ഇത് 3 എന്താ? 4 into sum of medians greater than 3 into sum of sides. അപ്പൊ നമുക്ക് ഇങ്ങനെ റിലേഷൻ എത്തിച്ചൂടെ? 4 into sum of median is greater than 3 into sum of sides എന്നൊരു റിലേഷൻ നമുക്ക് കൊണ്ടുവരാമല്ലോ.
ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റിലേഷൻ ആണ്. അതുകൊണ്ടാണ് ഈ കഥകളെല്ലാം എഴുതി വന്നത്. ഇത് എങ്ങനെ വന്നതെന്ന് ചോദിച്ചാൽ നമുക്കറിയാം ഒരു ട്രയാങ്കിളിന്റെ രണ്ട് സൈഡിന്റെ സം എപ്പോഴും എന്തായിരിക്കും, മൂന്നാമത്തെ സൈഡിനെക്കാട്ടി കൂടുതലായിരിക്കും. അപ്പൊ നമ്മൾ ഈ ട്രയാങ്കിളിനെ 3 ട്രയാങ്കിൾ ആയിട്ട് എടുത്തു, AGB, BGC, AGC. എന്നിട്ട് എന്ത് ചെയ്തു, അതിന്റെ രണ്ട് സൈഡ്സിന്റെ സം മൂന്നാം സൈഡിനെക്കാട്ടി ഗ്രേറ്റർ എന്ന് പറഞ്ഞ് ആഡ് ചെയ്തു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, ഈ മീഡിയനും ട്രയാങ്കിളിന്റെ സൈഡും, ഒരു ട്രയാങ്കിളിന്റെ മീഡിയനും സൈഡും തമ്മിലുള്ള റിലേഷൻ കിട്ടി. 4 സം ഓഫ് മീഡിയൻ എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 3 സം ഓഫ് സൈഡ്സ് കിട്ടി. അപ്പൊ ഈ ഒരു റിലേഷൻ മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് പഠിക്കുക. ഈ റിലേഷൻ മാത്രം, ഇതൊന്നും നമുക്ക് വേണ്ട, ഇതെല്ലാം നമുക്ക് കളയാം. നമ്മൾ എങ്ങനെ വന്നെന്നൊക്കെ ഉള്ളത് അറിഞ്ഞാണ്. നമുക്ക് ഇതെല്ലാം കളഞ്ഞ അവസാനം ഈ ഒരു റിലേഷൻ മാത്രം നമ്മൾ കാണാതെ പിടിക്കുക. ഓക്കെ, നമുക്കിനി അടുത്ത് വരുന്നത് എന്താ, 3 മീഡിയൻ പറഞ്ഞില്ലേ, ഈ മീഡിയന്റെ ലെങ്ത് കണ്ടുപിടിക്കണം. അപ്പൊ ഒരു ട്രയാങ്കിൾ ABC, ഇത് A, ഇത് B, ഇത് C, ഇത് സെൻട്രോയിഡ് G അല്ലേ. അപ്പൊ ഇവിടുത്തെ 3 മീഡിയൻസ് ഉണ്ടല്ലോ, AB, AD, BE, CF. അപ്പൊ ഈ 3 മീഡിയനുകളുടെ ലെങ്ത് കണ്ടുപിടിക്കണം. അപ്പൊ ഈ AD എന്ന് വരുന്ന എയിൽ നിന്ന്, വെർട്ടെക്സ് എയിൽ നിന്ന് വരുന്ന മീഡിയന്റെ ലെങ്ത് ആണെങ്കിൽ ഹാഫ് ഇൻറ്റു റൂട്ട് ഓഫ് 2b² പ്ലസ് 2c² മൈനസ് a² ആയിരിക്കും. ഹാഫ് ഇൻറ്റു 2b² പ്ലസ് 2c² മൈനസ് a² ആയിരിക്കും. അത് കണക്ക് ബിയിൽ നിന്ന് വരുന്നതാണെങ്കിൽ ഇപ്പൊ എന്തായിരിക്കും, ഹാഫ് ഇൻറ്റു 2a² പ്ലസ് 2c² മൈനസ് b² ആയിരിക്കും. അത് കണക്ക് CF ആവുമ്പോൾ ഹാഫ് ഇൻറ്റു റൂട്ട് 2a² പ്ലസ് 2b² മൈനസ് c² ആയിരിക്കും മീഡിയന്റെ ലെങ്ത്. അപ്പൊ ഒരു ട്രയാങ്കിളിന്റെ 3 സൈഡ്സ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മീഡിയൻ കണ്ടുപിടിക്കാം. ഈ ഇക്വേഷൻ ഉപയോഗിക്കാമല്ലോ. ഇവിടെ AD എന്ന് പറയുമ്പോൾ മൈനസ് a², B എന്ന് പറയുമ്പോൾ മൈനസ് b², C എന്ന് പറയുമ്പോൾ മൈനസ് c² ആവും. ഏത് മീഡിയൻ ആണോ, എവിടെ നിന്നാണോ, ഏത് വെർട്ടെക്സിൽ നിന്നാണോ അതിന് ഓപ്പോസിറ്റ് ആണെങ്കിൽ സൈഡ്സ് മൈനസ് c², ബാക്കി 2a² പ്ലസ് 2b² എടുക്കാം. ഇവിടെ ABC എന്താന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഞാൻ ഈ ഇക്വേഷൻ എല്ലാം സ്ക്വയർ ചെയ്യാം. അപ്പൊ എന്ത് വരും, ഈ റൂട്ട് എല്ലാം പോയില്ലേ. അപ്പൊ AD², ഇവിടെ 1/4, 2 എന്നുള്ള 1/4 ആവുമല്ലോ. അപ്പൊ 4AD² ഈക്വൽ ടു എന്ത് വരും, 2b² പ്ലസ് 2c² മൈനസ് a². അതേ കണക്ക് 4BE² ഈക്വൽ ടു 2a² പ്ലസ് 2c² മൈനസ് b². അതേ കണക്ക് ഒരെണ്ണങ്ങളുണ്ടല്ലോ, 4CF², അവസാനത്തെ 4CF² ഈക്വൽ ടു 2a² പ്ലസ് 2b² മൈനസ് c². അപ്പൊ ഇനി ഇത് 3 കൂടെ ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. നമ്മൾ ഈ അവസാനം എഴുതിയിരിക്കുന്ന 3 ഇക്വേഷൻ കൂടെ ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇതെന്താണ്, ലെങ്ത് ഓഫ് മീഡിയൻസ്. ഇത് ലെങ്ത് ഓഫ് മീഡിയൻ ഇമ്പോർട്ടന്റ് ആണ്. ഇത് എഴുതി കഴിഞ്ഞിട്ടുണ്ട്, ഇത് നോട്ട് ഡൗൺ ചെയ്തോണം, എടുത്ത് പഠിക്കേണ്ടതാണ്. അപ്പൊ അത് കഴിയുമ്പോൾ നമ്മൾ അടുത്ത റിലേഷനിലേക്ക് പോയാം. അപ്പൊ ഇനി നമുക്ക് ഈ പറയുന്ന 3 ഇക്വേഷൻ ആഡ് ചെയ്യാം. 4 ഇൻറ്റു AD² പ്ലസ് BE² പ്ലസ് CF² ഈക്വൽ ടു 2b² മൈനസ് b². അപ്പം b² ആയി. ഇവിടെ ഒരു 2b² ഉണ്ട്. അപ്പൊ എന്തായി, 2, 4, 3b² ആവും അല്ലേ. 3b² പ്ലസ് 2c², 4c², ഇവിടെ ഞാൻ c², 3c² പ്ലസ് 3a². അപ്പൊ 3 കോമൺ എടുക്കാം. 3 ഇൻറ്റു ഇവിടെ a² എന്ന് പറഞ്ഞാൽ എന്താ, b², ഓരോ സൈഡ് ആണല്ലോ, a² b² c² ഒരേ സൈഡ് ആയിരുന്നല്ലേ. അപ്പൊ 3 ഇൻറ്റു ab² പ്ലസ് bc² പ്ലസ് ac² എന്ന് എഴുതിക്കൂടെ. അപ്പൊ എന്താ, 4 ഇൻറ്റു സം ഓഫ് സ്ക്വയേഴ്സ് ആണല്ലേ. അപ്പൊ 4 ഇൻറ്റു AD² പ്ലസ് BE² പ്ലസ് CF² ഈക്വൽ ടു 3 ഇൻറ്റു AB² പ്ലസ് BC² പ്ലസ് AC². ഇപ്പൊ ഇതൊരു ഇമ്പോർട്ടന്റ് റിലേഷൻ ആണ്. ഇവിടെ സ്ക്വയർ ഉണ്ടായിരുന്നു നേരത്തെ, നമുക്ക് ഗ്രേറ്റർ ദാൻ ഓർ ലെസ് ദാൻ എടുത്ത് സ്ക്വയർ ഇല്ലായിരുന്നു. ഇതാണ് അവിടുത്തെ വ്യത്യാസം വന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ സെൻട്രോയിഡും മീഡിയനും തമ്മിലുള്ള റിലേഷൻ. ഇതിനകത്ത് ഒരു കാര്യം കൊണ്ട്, അപ്പൊ ഒരു ട്രയാങ്കിളിന്റെ
മീഡിയൻ എന്താന്ന് പറഞ്ഞു, മീഡിയൻ ട്രയാങ്കിളിനെ എങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്യുന്നു പറഞ്ഞു, സെൻട്രോയിഡ് എന്താന്ന് പറഞ്ഞു, സെൻട്രോയിഡ് മീഡിയനെ ഡിവൈഡ് ചെയ്യുന്നത് എല്ലാം പറഞ്ഞു. ഇനി നമുക്ക് ഒരു കാര്യം കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. ഒരു ട്രയാങ്കിൾ അതിനകത്ത് 3 മീഡിയൻ വരുമല്ലോ. ABC 3 മീഡിയൻ വരും. AD BE CF, AD BE CF ഇങ്ങനെ 3 മീഡിയൻസ് വരും. ഞാൻ ഈ 3 മീഡിയനും കൂടെ എടുത്ത്, അതായത് AD എന്നുള്ള ഈ മീഡിയൻ, CF എന്നുള്ള ഈ മീഡിയൻ, അടുത്ത BE എന്ന് പറയുന്ന ഈ 3ാമത്തെ മീഡിയൻ, ഈ 3 മീഡിയനും കൂടെ എടുത്ത് നമുക്ക് ജോയിൻ ചെയ്തൊരു പുതിയ ട്രയാങ്കിൾ ഫോം ചെയ്തൂടെ. എന്താ അവിടെ പറഞ്ഞത്? ഒരു ട്രയാങ്കിളിന്റെ 3 മീഡിയനും കൂടെ എടുത്ത് ഞാൻ പുതിയൊരു ട്രയാങ്കിൾ ഫോം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC, ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC, അതായത് ഒറിജിനലി ഉണ്ട ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ 4/3 ഇൻറ്റു ഏരിയ ഓഫ് ട്രയാങ്കിൾ ഫോം ബൈ മീഡിയൻ ആയിരിക്കും. ഇത് ഇമ്പോർട്ടന്റ് ആണ്. എന്താ, ഒരു ട്രയാങ്കിളിന്റെ 3 മീഡിയൻ എടുത്ത് ഞാൻ പുതിയൊരു ട്രയാങ്കിൾ ഉണ്ടാക്കിയാണ്. ഇത് ട്രയാങ്കിൾ PQR എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ ഉണ്ടാക്കി, PQR എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ ഉണ്ടാക്കി. അങ്ങനെയാണെങ്കിൽ ഈ ഒറിജിനൽ ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് 4/3 ഇൻറ്റു ഏരിയ ഓഫ് ട്രയാങ്കിൾ ഫോംഡ് ബൈ മീഡിയൻ എങ്കിൽ മീഡിയൻ വെച്ച് ഫോം ചെയ്യുന്ന ട്രയാങ്കിളിന്റെ ഏരിയയുടെ 4/3 ആയിരിക്കും എന്ത്, ഒറിജിനൽ ട്രയാങ്കിളിന്റെ ഏരിയ. അപ്പൊ ഇത്രയാണ് നമുക്ക് സെൻട്രോയിഡ് കൊണ്ട് വരുന്നത്. അപ്പൊ ഇനി ഇതിനകത്ത് പ്രോബ്ലംസ് ചെയ്യാം. അപ്പൊ നമുക്ക് സെൻട്രോയിഡ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാം. അപ്പൊ എന്റെ ഒരു ട്രയാങ്കിളിന്റെ മീഡിയൻ 6, 8, 10 ആണ്. അങ്ങനെയാണെങ്കിൽ ആ ട്രയാങ്കിളിന്റെ ഏരിയ എത്രയാണ്? ഫൈൻഡ് ഏരിയ ഓഫ് ട്രയാങ്കിൾ. അപ്പൊ ഒരു ട്രയാങ്കിളിന്റെ മീഡിയൻ 6, 8, 10 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്ന് പറയുന്നത് എന്താ? 4/3 ഇൻറ്റു ഏരിയ ഓഫ് ട്രയാങ്കിൾ ഫോംഡ് ബൈ മീഡിയൻ. ഇവിടെ മീഡിയൻ എന്താണ്? 6, 8, 10 ആണ് അല്ലേ? 6, 8, 10 ഇതൊരു ട്രിപ്ലറ്റ് ആണ്. അപ്പം 6² + 8² എന്ന് പറഞ്ഞാൽ 10² ആണ്. അപ്പൊ ഇതെന്ത് ട്രയാങ്കിളാ? റൈറ്റ് ആംഗിളിന്റെ ട്രയാങ്കിൾ ആണ്. റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ? ഹാഫ് ഇൻറ്റു ബേസിന്റെ ഹൈറ്റ് ആണ്. അപ്പൊ ഹാഫ് ഇൻറ്റു 6 ഇൻറ്റു 8 വരും. അപ്പം 24 ആയിരിക്കും. അപ്പൊ ഈ ട്രയാങ്കിളിന്റെ ഏരിയ 24 ആണ്. അപ്പൊ ഒറിജിനൽ ട്രയാങ്കിളിന്റെ ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്തായിരിക്കും? ഒറിജിനൽ ട്രയാങ്കിൾ എന്തായിരിക്കും? 4/3 ഇൻറ്റു 24. അപ്പോൾ 32 ആയിരിക്കും ആൻസർ വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പൊ നമുക്ക് അടുത്ത 7ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ നമുക്ക് സെൻട്രോയിഡിൽ നിന്ന് സ്ഥിരമായി കിട്ടാറുള്ളതാണ്. എന്താണ്? ഫൈൻഡ് ഒരു ട്രയാങ്കിൾ എന്നിട്ടുണ്ട്, അവിടെ G സെൻട്രോയിഡ് ആണ് പറയുന്നുണ്ട്. G സെൻട്രോയിഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. G സെൻട്രോയിഡും AD BE CF മീഡിയൻസും ആണല്ലേ. അങ്ങനെയാണെങ്കിൽ ക്വാഡ്രിലാറ്ററൽ BDGF ഈ ക്വാഡ്രിലാറ്ററലിന്റെ ABC എന്ന് പറഞ്ഞ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കുക. നമുക്കറിയാം ഒരു ട്രയാങ്കിളിന്റെ 3 മീഡിയൻ വിത്ത് സെൻട്രോയിഡ് അതിന് എത്ര പാർട്ടാക്കും? 6 പാർട്ട് അല്ലേ. അപ്പൊ BDGF എന്ന് പറയുന്നത് എത്ര? 2 ആണ്. മൊത്തത്തിലോ 6 ആണ്. അപ്പൊ ആൻസർ എത്ര ആണ്? 1/3. ഇപ്പൊ ഇതിന് ചോദിക്കുകയാണ് ട്രയാങ്കിൾ AGC ടു ട്രയാങ്കിൾ ABC എന്ത് വരും? AGC എത്ര? 2 ആണ്. ഇത് 6, അത് 1/3. അപ്പൊ ഇത് എങ്ങനെയാണെങ്കിലും ഇവർക്ക് ചോദിക്കാം അല്ലേ. അപ്പൊ ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ഇങ്ങനെ റേഷ്യോ, പിന്നെ അതിന് ഏതെങ്കിലും ഒരു പാർട്ടിന്റെ ഏരിയ തന്നു റേഷ്യോ അല്ലായിരിക്കും. ഇപ്പം ഈ പറയുന്ന ഇതിന്റെ ഏരിയ 10 ആണെങ്കിൽ മൊത്തം ഇതിന്റെ എത്ര? 60 ആവത്തില്ലേ. ആ ഒരു ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് നമ്മൾ ശ്രദ്ധിച്ചോണം. അത് നമുക്ക് ചോദിക്കാറുണ്ട് സ്ഥിരമായി. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ABC എന്ന് പറഞ്ഞൊരു ട്രയാങ്കിൾ, അവിടെ AD മീഡിയൻ ആണ്. G is the മിഡ് പോയിന്റ് ഓഫ് AD. G എന്ന് പറയുന്ന സെൻട്രോയിഡ് അല്ല, മിഡ് പോയിന്റ് ഓഫ് AD ആണ്. പിന്നെ ഏരിയ ഓഫ് ട്രയാങ്കിൾ AGC 11 സെന്റിമീറ്റർ വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ BGCയുടെ ഏരിയ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്കിവിടെ G സെൻട്രോയിഡ് ആയിരുന്നെങ്കിൽ സെൻട്രോയിഡ് ട്രയാങ്കിളിന്റെ 3 പാർട്ടാകും. അപ്പൊ ഇത് 11 ആണെങ്കിൽ ഇതും 11 ആയിരുന്നു. 11 ഓപ്ഷനിലും കാണും. ഇവിടെ G എന്താണ്? സെൻട്രോയിഡ് അല്ല, മിഡ് പോയിന്റ് ആണ്. അപ്പൊ നമുക്ക് എന്ത് നോക്കാം? ഈ ട്രയാങ്കിൾ ഓക്കെ, ACD എന്ന് പറയുന്ന ട്രയാങ്കിളില് G ആരാ? മിഡ് പോയിന്റ് ഓഫ് വെർട്ടെക്സ് ആണ്, മിഡ് പോയിന്റ് ആണ്. അപ്പൊ ഇവിടെ GC എന്തായി? മീഡിയൻ ആയില്ലേ. ACD എന്ന് പറയുന്ന ട്രയാങ്കിൾ CG എന്ന് പറയുന്ന മീഡിയൻ ആണെങ്കിൽ
ഈ മേൽപ്പാർട്ടിന്റെ ഏരിയ 11 താഴത്തെ 11 അല്ലേ? അപ്പൊ ഈ ട്രയാങ്കിൾ എ ഡി സി എടുത്തു, സി ജി അവിടെ മീഡിയൻ ആണ്, അപ്പൊ ഇത് 11, അപ്പൊ അതുകൊണ്ട് ഇതും 11. ഇനി നോക്കി ബി ജി സി, ആ ട്രയാങ്കിളിന് ജി ഡി എന്ന് പറയുന്നത് മീഡിയൻ ആണ്, അപ്പൊ അത് ഈ പാർട്ട് 11 ആണെങ്കിൽ ഇത് 11 ആയിരിക്കുമല്ലോ. അപ്പൊ ഏരിയ ഓഫ് ട്രയാങ്കിൾ എത്രയായി? 22 cm². അപ്പൊ ഈ രീതിയിൽ പ്രോബ്ലം ചെയ്യാൻ നമ്മൾ പഠിക്കുക. ഇത്ര സിമ്പിൾ ആണ് അഡ്വാൻസ് മാത്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയായിരുന്നു സെൻട്രോയിഡ് എന്ന് പറയുന്നത്. അപ്പൊ സെൻട്രോയിഡ് എന്ന് പറയുന്ന മീഡിയൻസ് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ്. ഒരു ട്രയാങ്കിളിന്റെ 3 മീഡിയൻ ഉണ്ട്. മീഡിയൻ എന്ന് പറയുന്ന ഒരു വെർട്ടെക്സിൽ നിന്ന് ഓപ്പോസിറ്റ് മിഡ് പോയിന്റിലേക്കുള്ള ലൈനാണ്. അതൊരു ട്രയാങ്കിളിനെ എങ്ങനെ ഡിവൈഡ് ചെയ്യുന്നു, ആ റേഷ്യോസ് പറഞ്ഞു. സെൻട്രോയിഡ് എന്താന്ന് പറഞ്ഞു, സെൻട്രോയിഡ് എങ്ങനെ ഡിവൈഡ് ചെയ്യുന്നു പറഞ്ഞു. പിന്നെ സെൻട്രോയിഡിന്റെ ഈ മീഡിയന്റെ ലെങ്ത്, സെൻട്രോയിഡ് എന്ന് പറയുന്ന പോയിന്റിനെ പറ്റി പറഞ്ഞു. മീഡിയൻസിന്റെ ലെങ്ത് പറഞ്ഞു. അതൊരു ട്രയാങ്കിളിലുള്ള റിലേഷൻസ് പറഞ്ഞു. അപ്പൊ അത്രയായിരുന്നു നമുക്ക് സെൻട്രോയിഡ്. ഓക്കെ, അപ്പൊ ദാറ്റ്സ് ഓൾ.